ഗുഡ് മോർണിംഗ്. അപ്പൊ ഇപ്പൊ സമയം 4:30 കഴിഞ്ഞു. നമുക്ക് തഞ്ചാവൂർ പോണെന്നാ പറയാൻ പറഞ്ഞേ. നമുക്ക് കോഴിക്കോട് പോണം. അവിടെ ഒരു ഓണം സെലിബ്രേഷൻ. ഓണം കഴിഞ്ഞുവെങ്കിലും നമുക്ക് ഇപ്പോഴാണ് ഓണം സെലിബ്രേഷൻ ആയത്. അപ്പോൾ അവിടെ നടക്കാൻ പോണേ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. 6 മണിക്കാണ് ട്രെയിൻ. ഒരുപാട് സമയമില്ല. സാരിയൊക്കെ എടുത്ത് ഒതുക്കി ഒരുങ്ങിയിട്ട് വേണം ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. എനിക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാനില്ല. നാളെ മുതൽ സ്ട്രിക്റ്റ് ഷുഗർ ഡയറ്റ് ആണ്. അപ്പം ഞാൻ പകുതി റെഡി ആയി കഴിഞ്ഞു. ഇനി അവിടെ പോയിട്ട് ബാക്കി റെഡി ആവും. ഞാൻ റെഡി ആവുന്നതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ സമയം കിട്ടിയില്ല. എണീറ്റതിന് ശേഷം ഒരു 5 മിനിറ്റ് കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ട്രെയിൻ മിസ്സാവോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു, മേക്കപ്പ് എന്തൊക്കെയോ മുഖത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ബാക്കി അവിടെ പോയിട്ട് ചെയ്യാം. 6 മണിക്ക് ട്രെയിൻ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ 5:30 കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഊബർ ചേട്ടനോട് പറപ്പിച്ചു വിടാൻ പറഞ്ഞു. പിന്നെ പുള്ളിയും പറഞ്ഞു 6 മണിക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എത്തിയോണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിരുന്നു. 1 മിനിറ്റും കൂടെ വൈകിയിരുന്നെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സായേനെ. കാരണം അവിടെയും നല്ല തിരക്കാ. കാരണം ഒരു കൗണ്ടറിൽ മാത്രമേ ടിക്കറ്റ് എടുക്കണുള്ളൂ, ബാക്കി എല്ലാം ക്ലോസ്ഡാ. അത് പിന്നെ അങ്ങനെ ആവുമല്ലോ, കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച്. അങ്ങനെ ട്രെയിനിൽ കയറിയ ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. അതിനുശേഷം എന്നെ പിക്കാളെ മുതൽ വന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും എന്റെ മേക്കപ്പിന്റെ ആയിട്ടുള്ള തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതെന്തേലും ആവട്ടെ, നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാ. പക്ഷെ അവിടെയും പ്രശ്നം, എല്ലാ കടയിലും ഒടുക്കത്തെ തിരക്കാ. അങ്ങനെ ഫൈനലി നമ്മളൊരു കടയിൽ കയറിയതിനു ശേഷം അവിടുന്ന് വെള്ളയപ്പവും ചിക്കൻ കറി ഓർഡർ ആക്കി, +2 കോഫി. അവർ രണ്ടുപേരും കൊണ്ടല്ലേ എടുപ്പിച്ചിരിക്കും. സാരി എടുത്തൊക്കെ അവർ മുണ്ടെടുക്കും. അവസാനം എന്തേ അവരെല്ലാവരും ഹൈലൈറ്റ് മോഡൽ എത്തിയപ്പോ ഈ മോഡലിന് ഷർട്ട് എടുക്കണമെന്ന്. ഇപ്പൊ കിട്ടും അവിടെ പോകുമ്പോ നല്ലത്, കാരണം എല്ലാവരും പോസ്റ്റാണേ. ബാ പോവാ. ഡ്രസ്സ് തപ്പുകയാണ് കഴിച്ചത്, ഒന്നും കിട്ടുന്നില്ല. തപ്പി 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 നിൽക്കുന്നു. ഞാനിവിടെ ഫാൻ്റെ കാറ്റ് കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ശരിക്കും ഹൈലൈറ്റ് മാളിൽ എത്തിയെന്ന് റേസിനെ വിളിച്ചപ്പോൾ പറയാം. ഇത്ര നേരം പറ്റിച്ചേ ഉള്ളൂ. അങ്ങനെ ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. തലേന്ന് രാത്രി അമ്മയുടെ കയ്യും കാലും പിടിച്ച് ഉറക്കം കളഞ്ഞ് തയ്പ്പിച്ച സാധനമാണ്. ഫോട്ടോ എടുക്കണ്ടേ? നേരം വൈകിയതിനുള്ള വഴക്കും കൊണ്ടാണ് ഇതേ ആവുന്നത്. ഇപ്പൊ കിട്ടും കണക്കിന്. എനിക്കതിൽ പങ്കില്ല. നിങ്ങളായി AC ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ മാറ്റി വെച്ചിരിക്കുന്നു. സദ്യ വേണ്ടെന്ന് അവിടെ എന്താ വേണ്ടെന്ന് കോഫി കുടിക്കാൻ വേണ്ടി മെനു നോക്കുന്ന റൈസ്. ഇടയ്ക്കിടയ്ക്ക് ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും സുഖം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് നേരെ ക്ലബ് സുലൈമാനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചു. ഭക്ഷണം കഴിഞ്ഞു. എന്നാ ചെയ്യും? വേറെ ഏതാ വെജ് കണക്കാവും. അല്ലെ പിന്നെ നമുക്ക് സൂഫി മന്തി സെറ്റ്. ഓക്കെ, നമ്മള് സൂഫിയിലുണ്ടാവും. അങ്ങോട്ട് പോരെ.
ചായ കുടിക്കാൻ നമ്മൾ ഇവിടെ എന്താണ് ട്വിസ്റ്റോൺ അല്ല അപ്പുറത്ത് വേറെന്തോ ഉണ്ട്. അതിൻ്റെ പേരെന്താ വെച്ചാൽ അല്ല അതിൻ്റെ അപ്പുറത്ത് എന്താണ് അതിൻ്റെ അപ്പുറത്ത് അതായത് ട്വിസ്റ്റ് ഐസ്ക്രീം അല്ലേ മണ്ട അപ്പുറത്തുണ്ട്. അങ്ങോട്ടല്ല നമ്മൾ പോകണം വീണ്ടും പോകുന്നുണ്ട്. തക്കാരം അല്ല നമ്മൾ തക്കാരത്താണ് കണ്ടി പേര് വെറുതെ വായിച്ച് കഷ്ടപ്പെടണ്ട. ആ പെട്ടിക്കകത്തുള്ള എല്ലാം എടുത്ത് പുറത്തെടുക്കുന്ന സ്വന്തം മുസ്ലിം ആ അത് നല്ല ഇവിടെ എല്ലാരും വർത്താനം പറഞ്ഞിരിക്കുമ്പോ അവിടെ ഒരാള് അതെ അങ്ങനെ നല്ലൊരു ദിവസത്തിന് ശേഷം തിരിച്ച് ഇന്ന് തന്നെ വീട്ടിൽ പോകണം. രാത്രി എപ്പോഴേലും ബസ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകണത്. ട്രെയിനിന് പോകാൻ എന്തായാലും എന്നെ ഇനി കിട്ടത്തില്ല, നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനി ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ ഇച്ചിരി പണിയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ തോന്നില്ല. അത്രയും രസമായിരിക്കും അന്നത്തെ ദിവസം. കുറേ കറങ്ങലും കുറേ ഫുഡ് കഴിക്കലും കുറേ ഒച്ചപ്പാടും കാരണം നമുക്ക് തിരിച്ചു പോകുമ്പോൾ പോവണ്ടേന്ന് തോന്നും. ഇനി ഇത് എന്നെ പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണം ഇവന്മാർക്ക് വീട്ടിൽ പോകാൻ. ഇവരുടെ വീടെല്ലാവരും മലപ്പുറത്താണ്. ഇങ്ങനൊക്കെ പറ നിങ്ങളൊക്കെ വീക്കെൻഡും അതിൻ്റെ ഒപ്പം ഓണം കഴിഞ്ഞിട്ട് നാളെ ക്ലാസ് തുറക്കുകയും കൂടെ ആയതുകൊണ്ട് എല്ലാ ബസ്സും ഫില്ലായിരുന്നു. എല്ലാം ബുക്കിങ്ങാ, ഒന്നിൽ പോലും സീറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബസ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു 4 മണിക്ക് ആയപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഒരു ഊബർ എടുത്തിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.